ഹലോ ഗായ്സ്, വിൻ്റർ ആയാലും എല്ലാവരും ചാടി ഓടി പോകുന്ന ഒരു സ്ഥലം കേട്ടോ വിൻ്റർ വണ്ടർലാൻഡ്. പിന്നെ നമ്മളായിട്ടത് കുറക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളും പോയിട്ടാ. നേരെ പോയത് പ്രേതാലയത്തിലോട്ടുണ്ട്. ഞാനൊരു പ്രേതത്തിൻ്റെ അടുത്ത് പോയിരുന്നതേ എനിക്ക് ഓർമ്മയുണ്ടായുള്ളൂ. പ്രേതം എന്നെ ഓടിച്ചു വിട്ടു ഗായ്സ്, ഓടിച്ചു വിട്ടു. എന്തോ ഒരു സാധനം മേലെ നിന്ന് ഊതി ഭയങ്കര ശക്തിയിലാണ് വന്നത്. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി, അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് ഗെയിംസ് കളിക്കാനുണ്ടോ. കുറേ ഗെയിംസ് കളിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ കണ്ടോ, ആദ്യമായിട്ട് ഞാനൊരു സാധനം ഷൂട്ട് ചെയ്തിട്ട് താഴെ വീണത്. എനിക്ക് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു ടോയ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ പൈസ കളഞ്ഞെങ്കിലും ഒന്നും ശരിയായില്ല. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നത് നാട്ടിലൊരു പൂരപ്പറമ്പൊക്കെ പോലെ കേട്ടോ. കുറേ റൈഡ്സും പണ്ടത്തെ നമ്മുടെ മരണക്കിണറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല. അങ്ങനത്തെ ഒന്നല്ലെങ്കിലും വേറൊരു ടൈപ്പ് ഓഫ്. പിന്നെ പഴയ പോലെ അഡ്വഞ്ചേഴ്സിലൊന്നും അധികം കയറാൻ പറ്റില്ല, കാരണം സാറ സമ്മതിക്കില്ല. പിന്നെ സാറ അലൗഡ് അല്ലല്ലോ. അതായത് ഇപ്പം എൻ്റെ മെയിൻ റൈഡ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. വല്ല കുതിരയോ താറാവോ അതിലെന്നുണ്ടെങ്കിൽ വല്ല ആനയോ മിക്കി മൗസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും ഏറ്റവും ആദ്യം നോക്കുന്നത് ഫുഡല്ലേ മുഖ്യം ബിഗിലേ. അങ്ങനെ പോയി കുറച്ച് ചുറോസൊക്കെ മേടിച്ച്. എന്തായാലും 2025 മധുരം കുറക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എന്ത് കുറക്കണം എന്ന് വിചാരിക്കുന്നോ അതല്ലേ നമ്മൾ കൂടുതൽ കഴിക്കുക. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം റെസൊല്യൂഷനും റെസ്ട്രിക്ഷനും ഒന്നും കൊടുത്തില്ല. ബോഡി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്ര രസത്തിലൊന്നും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര തണുപ്പും ഭയങ്കര വിൻഡിയായിരുന്നു. ഉള്ളതുപോലെ ഓണം എന്ന് വെച്ചോട്ട് അത്യാവശ്യം ഉള്ളതുപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ ശരി ഗായ്സ്, ബൈ.